നമസ്കാരം. ഗീതാ സബരിയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയിലെ 3ാമത്തെ അധ്യായമായ കർമ്മയോഗത്തിലെ 4ാമത്തെ ശ്ലോകത്തിൻ്റെ വിവരണമാണ് ഇവിടെ നിർവഹിക്കുന്നത്. നമുക്കറിയാം ആ കഥാസന്ദർഭം. അർജുനൻ യുദ്ധരംഗത്ത് ഈ യുദ്ധം ചെയ്യാൻ മടിച്ച് യുദ്ധത്തിന് തയ്യാറായി വന്നതാണ്. പക്ഷേ ആ യുദ്ധത്തിലേർപ്പെടാൻ മടിച്ച് തൻ്റെ ശരീരമൊക്കെ തളർന്ന് അവിടെ തേർത്തട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് കാരണം ഈ അർജുനൻ്റെ മനസ്സിലുണ്ടായ ശോകമോഹങ്ങളാണ്. അതായത് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അധർമ്മികളായിട്ടുള്ള ശത്രുക്കളാണ്. ഈ അധർമ്മികളെ ഇല്ലാതെയാക്കുക എന്ന് പറയുന്നതാണ് ഒരു സോൾജിയറുടെ, ഒരു ക്ഷത്രിയൻ്റെ കടമ, ഡ്യൂട്ടി. അതിനുവേണ്ടിയാണല്ലോ ഒരു സോൾജിയർ ആയുധം എടുക്കുന്നത്. അങ്ങനെ ആയുധമെടുത്ത് ഈ യുദ്ധരംഗത്ത് വന്ന ആളാണ് അർജുനൻ. പക്ഷേ അർജുനൻ തൻ്റെ മുമ്പിൽ ഈ പിതാമഹനെയും ഗുരുവിനെയും ഒക്കെ കണ്ട് അതോടുകൂടി മനസ്സങ്ങോട്ട് മറിഞ്ഞുപോയി. ഞാൻ ധർമ്മത്തെ സംരക്ഷിക്കാൻ ചുമതലയുള്ള ഒരു സോൾജിയറാണ് എന്ന ഭാവം മാറിയിട്ട് ഞാൻ ഈ ഭീഷ്മ പിതാമഹൻ്റെ ഒരു കൊച്ചുമകനാണ്, ഞാൻ ഈ ദ്രോണാചാര്യൻ്റെ ഒരു അരുമ ശിഷ്യനാണ് എന്ന ഭാവത്തിലേക്ക് അങ്ങോട്ട് മറിഞ്ഞുപോയി. അവിടെയാണ് തീവ്രമായ മാനസ സന്താപം ഉണ്ടാകാൻ തുടങ്ങി. ഈ ഒരു കൺഫ്യൂഷൻ ഭീഷ്മർക്കില്ല. ഭീഷ്മർ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ഭീഷ്മരെ സംബന്ധിച്ച് ഈ കൊച്ചുമക്കളോടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. അതിൽ ഭീഷ്മർക്കില്ല. പക്ഷേ അർജുനന് ഈ ഒരു ഭാവം ഉണ്ടായി. അതാണ് അർജുനൻ്റെ മനസ്സിലുണ്ടായ അവിവേകമാണ്, തിരിച്ചറിവില്ലായ്മയാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നറിയാതെ യഥാർത്ഥത്തിൽ തൻ്റെ ഡ്യൂട്ടി അദ്ദേഹത്തിന് തോന്നുന്നു അത് അധർമ്മമാണ്. യഥാർത്ഥത്തിൽ തൻ്റെ ധർമ്മം അധർമ്മമാണെന്ന് തോന്നുന്നു. യുദ്ധത്തിൽ നിന്ന് പിന്മാറുക എന്ന ഒരു അധർമ്മം, അതാണ് ശരി എന്ന് തോന്നുന്നു. അധർമ്മത്തെ ധർമ്മമായി തോന്നുന്നു, അതുപോലെ ധർമ്മത്തെ അധർമ്മമായി തോന്നുന്നു. അതിൻ്റെ ഫലമായി മനസ്സിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിൽ എങ്ങനെ ഞാൻ അടുത്ത സ്റ്റെപ്പ് വെക്കണം എന്നാകെ കൺഫ്യൂസ്ഡായി നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകുന്നതാണ്. അവിടെയാണ് ശ്രീ ഭഗവാൻ ഉപദേശിക്കുന്നത്, ലോകത്തിൽ 2 നിഷ്ഠ ഞാൻ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഭഗവത്ഗീതയുടെ ചർച്ച തുടങ്ങുന്നത്. ഈ 3ാമത്തെ അധ്യായത്തിലാണ്. ഇവിടെ ചർച്ച തുടങ്ങുന്നത് ജ്ഞാനത്തെയും കർമ്മത്തെയും എടുത്ത് അതിനെ അപഗ്രഥിച്ചുകൊണ്ടാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം, അതായത് ഈ ശരീര മനസ്സുകളെ അറിയുന്നവനായ ആത്മാവും ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇതിൽ ശരീര മനസ്സുകൾ എന്ന് പറയുന്നത് നിരന്തരം മാറുന്നതാണ്. കൗമാരം, യൗവനം, ജര, അല്ലേ? കൗമാരകാലത്തുള്ള ശരീരവും മനസ്സും വേറെ, പിന്നെ യൗവനകാലത്തുള്ള നമ്മുടെ ശരീരവും മനസ്സും വേറെ, പിന്നെ വാർദ്ധക്യകാലത്ത് ജര ബാധിച്ച കാലത്തുള്ള നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ വേറെ. പക്ഷേ ഈ എല്ലാ സമയത്തും ഒരേപോലെ തുടരുന്നതാണ് ഈ ആത്മാവ്, സാക്ഷി, നമ്മുടെ ഉള്ളിലുള്ള ഈ സാക്ഷി. ശരീര മനസ്സുകളെയും ബാഹ്യവസ്തുക്കളെയും ഒക്കെ കണ്ടറിയുന്ന ഈ സാക്ഷിയാണ് ആത്മാവ്. ഈ സാക്ഷിയെ നമ്മൾ ശരീര മനസ്സുകളിൽ നിന്ന് വേറിട്ടറിയണം. ശരീരവും മനസ്സും നമുക്ക് കർമ്മം ചെയ്യാനുള്ള ഉപകരണങ്ങളാണ്. ആ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആത്മാവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഭഗവത്ഗീതയിലെ ജ്ഞാനം. ഈ ജ്ഞാനത്തിൽ കർമ്മമില്ല. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിയുകയാണ്. ആ അറിയുക എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു മരം നിൽക്കുന്നു എന്ന് സങ്കല്പിക്കാം. ആ മരത്തെ നമ്മൾ നോക്കി അറിയുന്നു. ആ മരത്തെ ഒരു 5 പേര് നോക്കിയാലും ആ മരം അതേപോലെയാണ് 5 പേരും കാണുക, അല്ലേ? കാരണം ആ മരം അങ്ങനെ തന്നെയാണ്. ആ മരത്തിന് 4 ബ്രാഞ്ചസ് ഉണ്ടെന്നിരിക്കട്ടെ, ഈ 4 പേരും 4 ബ്രാഞ്ചസ് ഉണ്ടെന്നേ പറയുള്ളൂ. അല്ലാതെ ഒരാൾ 4 ഉണ്ടെന്ന് പറയും, മറ്റേയാൾ 3 ഉണ്ടെന്ന് പറയും, മറ്റേയാൾ 5 ഉണ്ടെന്ന് പറയും, അങ്ങനെ പറയില്ല. ഈ 4 പേരും അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം എല്ലാവർക്കും ഒരേപോലെ തന്നെ ആയിരിക്കും, ശരിയായ ജ്ഞാനം. ആ ശരിയായ ജ്ഞാനമാണ് ഇവിടെ ശരിയായ ജ്ഞാനം നമുക്കുണ്ടാകുന്ന ആ ഒരു ഫാക്കൽറ്റിയാണ് ഇവിടെ ആത്മാവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആത്മാവ് അറിയുന്ന
ശരീരമനസ്സുകളും. കർമ്മം ഈ ശരീരമനസ്സുകളിലേ ഉള്ളൂ, ആത്മാവിൽ കർമ്മമില്ല. ഈ ശരീരമനസ്സുകളിൽ മാത്രമേ ഈ കർമ്മമുള്ളൂ. ശരീരം കർമ്മം ചെയ്യും, അതേപോലെ മനസ്സും കർമ്മം ചെയ്യും. അപ്പോൾ ഈ ശരീരമനസ്സുകളുടെ ഈ കർമ്മവും ഈ ആത്മാവ് സാക്ഷിഭാവത്തിലിരുന്നു കൊണ്ട് അറിയുന്ന ആ അറിവും, അഥവാ ആ ആത്മാവിനെ തന്നെ അറിയുക, ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ആണ് ഇവിടെ ഈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ചർച്ച ആരംഭിക്കുന്നത്. എനിക്ക് ജ്ഞാനിയാകണം, എനിക്കിങ്ങനെ ആത്മജ്ഞാനിയാകണം എന്ന് വിചാരിച്ചാൽ ഒരാൾക്കങ്ങനെ വെറുതെ അങ്ങോട്ട് ആത്മജ്ഞാനിയാകാൻ സാധിക്കില്ല. കാരണം അതിനുള്ള ഒരു പക്വത, പാകത സാധാരണഗതിയിൽ മനുഷ്യൻ്റെ മനസ്സിനില്ല. മനുഷ്യൻ്റെ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള മനസ്സാണ്, പല പല ആഗ്രഹങ്ങളിൽപ്പെട്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന മനസ്സാണ്. അതുകൊണ്ട് ഈ ആത്മദർശന ശക്തി, ഈ സെൽഫ് ഒബ്സർവേഷൻ, അതിനുള്ള കപ്പാസിറ്റി, ദ കപ്പാസിറ്റി ഫോർ സെൽഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ട പോലെ വികസിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വികസിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ പുറത്തേക്കാണ്. മറ്റുള്ളവരെ കാണാനും മറ്റുള്ളതിനെ കാണാനും ഒക്കെ നമുക്ക് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സാധിക്കുന്നുള്ളൂ. നമ്മളെ തന്നെ കൃത്യമായി നോക്കിക്കാണാനും അപഗ്രഥിക്കാനും ആഴത്തിനറിയാനും നമുക്ക് ആ ഒരു കപ്പാസിറ്റി ഇല്ല. ആ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ജ്ഞാനം വേണ്ട പോലെ ഉണ്ടാകാത്തത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഡിപ്രഷനും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാകുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടും? ഭഗവത്ഗീത പറയുന്നത് വെറുതെ ഒരാൾ ഇങ്ങനെ ഞാൻ ജ്ഞാനിയാണ്, എനിക്ക് എന്നെക്കുറിച്ച് എല്ലാം അറിയാം എന്ന് വിചാരിച്ച് ഒരാളിങ്ങനെ കട്ടിലേൽ ഇങ്ങനെ കിടന്നാൽ ആ ആൾക്ക് ജ്ഞാനമുണ്ടാവില്ല. ഇനി അതല്ല, ഒരാൾ പോയി മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നു, കണ്ണൊക്കെ അടച്ചിട്ട് ഇപ്പോൾ എനിക്ക് ജ്ഞാനം ഉണ്ടാകും എന്ന് പറഞ്ഞ്, എന്നാലും ജ്ഞാനമുണ്ടാവില്ല എന്ന് പറയുന്ന ഒരു ശ്ലോകം. ഇത് എന്തിനെ സൂചിപ്പിക്കാനാണ്? രണ്ട് വിധത്തിലുള്ള നിഷ്ഠയെ കൂടുതൽ കൃത്യമായി നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്താണ് രണ്ട് വിധത്തിലുള്ള നിഷ്ഠ? സാഖ്യന്മാർക്കുള്ള ജ്ഞാനയോഗം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയശുദ്ധി വന്ന് ആത്മാവിനെ ശരീരമനസ്സുകളിൽ നിന്ന് വേറിട്ടറിയുന്ന ആളാണ് സാഖ്യൻ. ആ സാഖ്യനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനയോഗം, അയാൾക്ക് ആത്മാവിനെ അറിഞ്ഞുകൊണ്ടുള്ള ആ ജ്ഞാനയോഗം മതി. അതേസമയം അങ്ങനെയല്ലാത്ത ഈ മനസ്സിന് സൂക്ഷ്മദർശന ശക്തി യഥാർത്ഥത്തിൽ വളർന്നിട്ടില്ലാത്ത സാധാരണ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ കർമ്മത്തിലേർപ്പെട്ടേ പറ്റുള്ളൂ. അങ്ങനെ കർമ്മത്തിലേർപ്പെട്ട് കർമ്മത്തെ അതിനെ വെറുതെ കർമ്മം ചെയ്തതുകൊണ്ട് കാര്യമില്ല. കാരണം എല്ലാ മനുഷ്യനും കർമ്മം ചെയ്യുന്നുണ്ട്. വെറുതെ കർമ്മം ചെയ്തതുകൊണ്ട് കാര്യമില്ല. ആ കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റണം, അഥവാ യജ്ഞമാക്കി മാറ്റണം. അതാണ് യജ്ഞം എന്നുള്ള വാക്ക് ഭഗവത്ഗീത ഒരു കൃത്യമായ അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. അത് കർമ്മയോഗം എന്നുള്ള അർത്ഥത്തിലാണ് യജ്ഞം ഉപയോഗിക്കുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് ക്രമേണ വരും ശ്ലോകങ്ങളിൽ നമുക്ക് പഠിക്കാം. അങ്ങനെ കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ വെറുതെ എല്ലാ മനുഷ്യനും ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കാളവണ്ടിയിൽ ഘടിപ്പിച്ച ഒരു കാള ആ വണ്ടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. അതിങ്ങനെ കഠിനമായി അധ്വാനിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ വെറുതെ കഠിനമായി അധ്വാനിച്ചു എന്നുള്ളത് കൊണ്ട് ജ്ഞാനമുണ്ടാവില്ല. അത് ആ കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കണം. അതെങ്ങനെ അനുഷ്ഠിക്കണം എന്ന് ഇനി വരും ശ്ലോകങ്ങളിൽ പറയും. അങ്ങനെ കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ മനസ്സിന് കപ്പാസിറ്റി ഉണ്ടാക്കി അവനവൻ്റെ ഉള്ളിലേക്ക് നിരീക്ഷിക്കാനും അവനവൻ്റെ ശരീരത്തെയും മനസ്സിനെയും കൃത്യമായി സത്യസന്ധമായി സൂക്ഷ്മമായി നോക്കിക്കാണാനുള്ള ആ കഴിവ് വളർത്തിയെടുക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ ഞാൻ ജ്ഞാനിയാണെന്ന് പ്രിട്ടൻഡ് ചെയ്താൽ ഉണ്ടാവില്ല എന്ന് പറയുന്നതാണ് ഈ ശ്ലോകം. നോക്കൂ. ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ ന ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷഃ അശ്നുതേ. ന അശ്നുതേ, ന എന്നുള്ളത് തുടക്കത്തിലുണ്ട്. ന കർമ്മണാം അനാരംഭാത്, കർമ്മണാം അനാരംഭാത് പുരുഷഃ ന നൈഷ്കർമ്മ്യം അശ്നുതേ. കർമ്മങ്ങളുടെ അനാരംഭം കൊണ്ട്, അതായത് ആരംഭിക്കാതിരിക്കുക എന്നുള്ളത് കൊണ്ട്, ഞാൻ കർമ്മത്തിലൊന്നും ഏർപ്പെടാതിരിക്കുക എന്നുള്ളത് കൊണ്ട്, അങ്ങനെ ഒരു കർമ്മവും ചെയ്യാതെ ഞാനിങ്ങനെ ജ്ഞാനിയാണെന്ന് പ്രിട്ടൻഡ് ചെയ്ത്
അങ്ങനെ ഇരുന്നു എന്നതുകൊണ്ട് ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം. നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ കർമ്മമൊന്നും ചെയ്യേണ്ടാത്ത അവസ്ഥ, അതാണ് നൈഷ്കർമ്മ്യം. അതായത് നമ്മൾ കർമ്മം ചെയ്യുന്നത് എപ്പോഴാണ്? ഒരാഗ്രഹമുണ്ടാകുന്നു. എനിക്ക് ഇവിടെ നിന്ന് മാർക്കറ്റ് വരെ പോകണം എന്ന ഒരു ആഗ്രഹമുണ്ടാകുന്നു, ഒരാവശ്യമുണ്ടാകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് മാർക്കറ്റിലേക്ക് പോവുക എന്ന് പറയുന്ന ആ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ഒരു താല്പര്യം, ഒരാഗ്രഹം, ഒരാവശ്യം ഉണ്ടാകുമ്പോഴാണ് ഞാൻ കർമ്മത്തിലേർപ്പെടുന്നത്. അവിടെ കർമ്മത്തിലേർപ്പെടുമ്പോൾ ആ കർമ്മത്തിലേർപ്പെടുന്ന വ്യക്തിയുണ്ട്, ആ കർമ്മത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുണ്ട്, ആ കർമ്മം കൊണ്ട് അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകുന്ന വസ്തുക്കളോ ഒക്കെ ഉണ്ടാകും. ഇവിടെ ഇപ്പം ഞാൻ മാർക്കറ്റിൽ പോവുക എന്നുള്ളത് കൊണ്ട് എനിക്ക് സ്ഥാനചലനം ഉണ്ടാവുകയാണ്. വീട്ടിലിരുന്ന് ഞാൻ മാർക്കറ്റിലേക്ക് എത്തിച്ചേരുക എന്ന അവസ്ഥ. അപ്പം ഇങ്ങനെ പലതരത്തിൽ അനവധി എലമെൻറ്റ്സ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, കർമ്മത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം കാരണം എൻ്റെ ഉള്ളിലുള്ള ഈ താല്പര്യമാണ്. എനിക്ക് ഇവിടുന്ന് മാർക്കറ്റിൽ എത്തണം എന്നുള്ള ഒരു താല്പര്യമാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഈ ആഗ്രഹമാണ് എല്ലാ കർമ്മത്തിൻ്റെയും മൂലചോദന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഗ്രഹം അവിദ്യ കാമ കർമ്മങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഈ കാമം, ആഗ്രഹം ഉണ്ടാകാനുള്ള കാരണം അവിദ്യയാണ്, ബേസിക് ആയിട്ടുള്ള ഒരു അവിദ്യയാണ്. ഈ പ്രപഞ്ചം, ഈ പ്രാപഞ്ചിക അനുഭവം യഥാർത്ഥത്തിലുള്ളതാണ് എന്ന എൻ്റെ ഒരു ധാരണ, ആ ധാരണയാണ് ഇവിടെ അവിദ്യ എന്നുള്ളത് കൊണ്ട് പറയുന്നത്. അത് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ, അതിനിവിടെ വലിയ പ്രസക്തിയില്ല. ഏതായാലും ആ അവിദ്യ കാരണമായി എൻ്റെ ഉള്ളിൽ കാമമുണ്ടാകുന്നു, എൻ്റെ ഉള്ളിൽ താല്പര്യങ്ങളുണ്ടാകുന്നു. ആ താല്പര്യത്തിൻ്റെ പ്രേരണ കൊണ്ട് ഞാൻ കർമ്മത്തിലേർപ്പെടുന്നു. ഇതാണ് അതിൻ്റെ ഒരു അങ്ങനെ ആ ഒരു കാമം, ആഗ്രഹങ്ങൾ മനസ്സിലില്ലാത്ത ഒരു വ്യക്തി, ആ മനസ്സിലില്ലാത്ത ഒരു വ്യക്തിക്ക് ആൾക്ക് അവിദ്യയില്ല, അജ്ഞാനമില്ല. അയാൾ ആത്മജ്ഞാനം വന്നു കഴിഞ്ഞു. ജ്ഞാനം വന്നതിൻ്റെ ഫലമായി, ആത്മജ്ഞാനം വന്നതിൻ്റെ ഫലമായി, ആത്മാവിനെ സ്വയം നിരീക്ഷിച്ചറിഞ്ഞതിൻ്റെ ഫലമായി ആ ആളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തെങ്കിലും നേടണം എന്ന ആഗ്രഹമില്ല. ആഗ്രഹമില്ലെങ്കിൽ ആ ആൾ പിന്നെ കർമ്മം ചെയ്യാൻ പോവില്ല. ലോകം നന്നാവണം, ലോകസംഗ്രഹം ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായാൽ അതിനുവേണ്ടിയുള്ള കർമ്മം ചെയ്യും. അപ്പോഴും അത് ഒരു താല്പര്യപ്രകാരമാണ്. ലോകം നന്നാക്കണം എന്നുള്ള താല്പര്യപ്രകാരമാണ് ലോകസംഗ്രഹത്തിനായിട്ടുള്ള കർമ്മം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോലുമുള്ള താല്പര്യമില്ലെങ്കിൽ പിന്നെ അതുപോലും ചെയ്യണ്ട. അതാണ് അപ്പോൾ അയാൾക്ക് ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുമില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത്. അയാൾക്ക് ഒന്നും തന്നെ നേടാനില്ല. ശരീരത്തിന് വേണ്ടിയോ മനസ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും വേണ്ടിയോ യാതൊന്നും നേടാനില്ലാത്തത് കൊണ്ട് ഒരു കർമ്മത്തിലും ഏർപ്പെടാതെ ഇരിക്കുന്ന പരിപൂർണമായും മുക്തനായ ഒരു അവസ്ഥയാണ് നൈഷ്കർമ്മ്യം എന്നത്. ആ നൈഷ്കർമ്മ്യം എന്നുള്ള അവസ്ഥ ഞാനിപ്പോൾ ഒരു കർമ്മവും ചെയ്യാതെ ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് പ്രിട്ടൻഡ് ചെയ്തിരുന്നത് കൊണ്ട് പ്രയോജനമില്ല. അതെന്തുകൊണ്ടാണ് അത് പ്രയോജനമില്ല എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ ശ്രീ ഭഗവാൻ വിശദീകരിക്കും. അപ്പോൾ അങ്ങനെ ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ. കർമ്മണാം അനാരംഭാത് പുരുഷ നൈഷ്കർമ്മ്യം ന അശ്നുതേ ന ച സന്യസനാദേവ. എൻ്റെ അടുത്തേക്ക് സാഹചര്യവശാൽ വന്നു ചേർന്ന കർമ്മങ്ങളെ ഞാൻ സന്യസിക്കുന്നത് കൊണ്ട്, ഉപേക്ഷിക്കുന്നത് കൊണ്ട്, എന്നോട് ഒരാൾ ഒരു പ്രത്യേക കർമ്മം ചെയ്യാമോ എന്നാവശ്യപ്പെടുന്നു. ഇല്ല, ഞാൻ ചെയ്യില്ല. കാരണം എന്താണ്? ഞാൻ നൈഷ്കർമ്മ്യം പ്രാപിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്, അതുകൊണ്ട് ഞാൻ കർമ്മങ്ങളൊക്കെ അങ്ങനെ ഉപേക്ഷിക്കുകയാണ് എന്നിങ്ങനെ ഉപേക്ഷിച്ചത് കൊണ്ടും, അതും പ്രിട്ടൻഷനാണ്. അങ്ങനെ ഉപേക്ഷിച്ചത് കൊണ്ടും സിദ്ധിം സമധിഗച്ഛതി, സിദ്ധിം ന സമധിഗച്ഛതി, സിദ്ധിയെ പ്രാപിക്കുകയില്ല. സിദ്ധി എന്നുള്ളത് കൊണ്ട് ജ്ഞാനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആത്മാവിനെ അറിയുക, അതാണ് ഏറ്റവും വലിയ സിദ്ധി.
ആത്മാവിനെ അറിയുക. ശരീരമനസ്സുകളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയ ആത്മാവിനെ അറിയുക, ആത്മാവിനെ അനുഭവിച്ചറിയുക എന്നുള്ളതാണ് സിദ്ധി. ആ സിദ്ധിയിലൂടെ അഥവാ ആ ജ്ഞാനത്തിലൂടെ ഉണ്ടാകുന്ന ആത്യന്തിക ദുഃഖനിവൃത്തി. ശരീരമനസ്സുകൾക്കാണ് ദുഃഖമുണ്ടാകുന്നത്, അഥവാ ശരീരമനസ്സുകളാണ് ദുഃഖ കാരണം. ആ ശരീരമനസ്സുകൾ കേവല ഉപകരണങ്ങളാണ്. ഞാൻ ആത്മാവാണ്, ഇവയെ നോക്കിക്കാണുന്ന, ശരീരമനസ്സുകളെ നോക്കിക്കാണുന്ന ഒബ്സർവറായ ആത്മാവാണ് ഞാൻ എന്ന അനുഭവം, തിരിച്ചറിവാണ് ഒരാൾക്ക് ഈ ആത്യന്തിക സുഖം, ആത്യന്തിക ദുഃഖ നിവൃത്തി കൊടുക്കുന്നത്. ആ ആത്യന്തിക ദുഃഖ നിവൃത്തിയാണ് ഇവിടെ സിദ്ധി എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ ഒരാൾ തൻ്റെ ഭാഗത്തേക്ക് വരുന്ന കർമ്മങ്ങളെ സന്യസിച്ചതുകൊണ്ട്, ഉപേക്ഷിച്ചതുകൊണ്ട് അയാൾക്ക് ഒരിക്കലും ഈ ആത്യന്തിക ദുഃഖനിവൃത്തി അഥവാ ആത്യന്തിക സുഖം, ആ സിദ്ധി അയാൾക്ക് കിട്ടുകയില്ല. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? അയാൾ കർമ്മത്തിലേർപ്പെടണം. അയാൾ അവനവൻ്റെ കർത്തവ്യത്തിൽ, സ്വധർമ്മത്തിലേർപ്പെടണം. ആ സ്വധർമ്മത്തെ കർമ്മയോഗമെന്ന രീതിയിൽ അനുഷ്ഠിക്കണം. അങ്ങനെ മനസ്സിന് ശുദ്ധീകരണം സംഭവിക്കണം. ക്രമേണ അനാവശ്യമായ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോകണം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പത്തിലുള്ള പോലെയൊന്നുമല്ല, പ്രായമായി തീരുന്നതോടുകൂടി പല ആഗ്രഹങ്ങളും നടക്കാത്തതാണ് എന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. നമ്മൾ യഥാർത്ഥത്തിലുള്ള ആ ആഗ്രഹങ്ങളിലേക്ക് തന്നെ നമ്മുടെ മനസ്സ് ചുരുങ്ങും. അങ്ങനെ ആഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും. അങ്ങനെ അത് മാത്രമല്ല, എല്ലാ ആഗ്രഹങ്ങളും അവിദ്യയുടെ, അജ്ഞാനത്തിൻ്റെ ഫലമാണെന്ന് മനസ്സിലാവുകയും എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും ഒരാൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് നൈഷ്കർമ്മ്യം അഥവാ സിദ്ധി എന്ന് പറയുന്നത്. ആ ഒരവസ്ഥയിലേക്ക്, ആ ആത്മജ്ഞാനത്തിലേക്ക്, ഞാൻ ആത്മാവാണ്, ശരീരമനസ്സുകളല്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തിച്ചേരാൻ കർമാനുഷ്ഠാനം ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ പറയുന്നത്. ഒരാൾ കർമ്മം ആരംഭിക്കാതിരുന്നാൽ നൈഷ്കർമ്മ്യം പ്രാപിക്കുകയില്ല. കർമ്മത്തെ സന്യസിച്ചാൽ, തൻ്റെ അടുത്തേക്ക് വന്നു ചേരുന്ന കർമ്മങ്ങളെ ഇങ്ങനെ ഞാൻ ആ കർമ്മം ചെയ്യാൻ തയ്യാറാവാതെ അതിനെ ഇങ്ങനെ ഉപേക്ഷിച്ച് ഇരുന്നാൽ എനിക്ക് അങ്ങനെ സിദ്ധി പ്രാപിക്കാൻ പോകുന്നില്ല എന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അതെന്തുകൊണ്ട്? കാരണം ഈ കർമ്മം എന്ന് പറയുന്നത് ഞാൻ ബോധപൂർവം ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്നിലുള്ളതാണ്. ഞാനിപ്പോൾ ഒരു കർമ്മവും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നു എന്നിരിക്കട്ടെ, അങ്ങനെ വെറുതെ ഇരിക്കാൻ, കർമ്മമൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. പറ്റും ആർക്ക്? സാഖ്യന് പറ്റും, ഒരു ജ്ഞാനിക്ക് പറ്റും. ഞാൻ ആത്മാവാണ് എന്ന അവസ്ഥയിൽ ആ ആൾ ഈ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാകും. അല്ലാതെ സാധാരണഗതിക്കുള്ള ഒരു വ്യക്തിക്ക് അത് സാധിക്കില്ല. കാരണം അയാളുടെ വാസനകൾക്കനുസരിച്ച് അയാൾ നിരന്തരം കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഈ തുടർന്ന് വരുന്ന ഗീതാസപര്യയിലെ എപ്പിസോഡുകളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.